ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി പാഠം 19 എക്സസൈസസ് ഇൻഷാ അല്ലാഹ്. ഇഖ്റ വക്തുബ്, വായിക്കുക എഴുതുകയും ചെയ്യുക. അപ്പോൾ ഈ എക്സസൈസിൽ 3 മുതൽ 10 വരെ ഉള്ളത് നമുക്ക് വായിച്ച് പഠിക്കാൻ ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ തന്നിരിക്കുകയാണ്. 3 മുതൽ 10 വരെ എങ്ങനെയായിരിക്കും? മുലാഫ്, മുലാഫിലെ, മുലാഫ്, മുലാഫിലെ. ആണാണ് എണ്ണപ്പെട്ട വസ്തുവെങ്കിൽ, മുദക്കറാണെങ്കിൽ, പുരുഷനാണെങ്കിൽ എണ്ണം മുഅന്നസ് ആയിരിക്കും. ആ താൻ്റെ അടയാളം ഉണ്ടാവും, മുഅന്നസ്. സ്ത്രീയുടെ അടയാളം ഉണ്ടാവും, മുഅന്നസ് ആയിരിക്കും. പിന്നെ എണ്ണം മുലാഫായിരിക്കും. അപ്പോൾ അതിന് അലിഫ്ലാം ഉണ്ടാവില്ല, തൻവീൻ ഉണ്ടാവില്ല. എണ്ണപ്പെട്ടത് പിന്നെ എന്തായിരിക്കും? ബഹുവചനമായിരിക്കും, മുലാഫിലെ മജ്റൂറും ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. സലാസത്തു തുല്ലാബിൻ, 3 വിദ്യാർത്ഥികൾ. സലാസത്തു തുല്ലാബിൻ, 3 വിദ്യാർത്ഥികൾ. അപ്പോൾ മുലാഫ് മുലാഫിലിയാണ്. ഇവിടെ എണ്ണം 3 ആണ്. അതെന്തുകൊണ്ട് മുഅന്നസായി? താൻ്റെ അടയാളം വന്നു, സലാസത്തു, താൻ്റെ അടയാളം വന്നു, മുഅന്നസായി, സ്ത്രീലിംഗം. കാരണം എണ്ണപ്പെട്ടത് വിദ്യാർത്ഥികൾ, അത് പുല്ലിംഗാണ്, വിദ്യാർത്ഥികൾ. അപ്പോൾ വിദ്യാർത്ഥികൾ പുല്ലിംഗാവുമ്പം, എണ്ണപ്പെട്ടത് പുല്ലിംഗാവുമ്പം എണ്ണ എന്തായാലും ആയിരിക്കും? സ്ത്രീലിംഗമായിരിക്കും. അപ്പോൾ സലാസത്ത് തുല്ലാബിൻ. പിന്നെ സലാസത്തിന് അലിഫ്ലാമുണ്ടോ? ഇല്ല. കാരണം എന്താ? മുലാഫാണ്. തൻവീനുണ്ടോ? ഇല്ല. കാരണം എന്താ? മുലാഫാണ്. അപ്പോൾ സലാസത്തു. പിന്നെ തുല്ലാബിൻ, അത് എണ്ണപ്പെട്ടതാണ്, വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികളാണ് നമ്മൾ എണ്ണുന്നത്. അപ്പോൾ അതാണ് എണ്ണപ്പെട്ടത്. അപ്പോൾ അതെന്തായിരിക്കും? മുലാഫിലെ മജ്റൂർ. അപ്പോൾ തുല്ലാബിൻ. പിന്നെ അത് ബഹുവചനമായിരിക്കും. അപ്പോൾ അതങ്ങനെയാണ് 3 വിദ്യാർത്ഥികൾ എന്ന് എഴുതാം. 4 വിദ്യാർത്ഥികളോ? അർബഅത്തു തുല്ലാബിൻ. അതേപോലെ തന്നെ അർബഅത്തു തുല്ലാബിൻ. എണ്ണം മാത്രം മാറും, 3 എന്താവും? 4 ആവും. ഇനി 5 ഖംസത്തു തുല്ലാബിൻ. 6 സിത്തത്തു തുല്ലാബിൻ. 6 വിദ്യാർത്ഥികൾ. 7 വിദ്യാർത്ഥികളോ? സബഅത്തു തുല്ലാബിൻ. 8 വിദ്യാർത്ഥികളോ? സമാനിയത്തു തുല്ലാബിൻ. 9 വിദ്യാർത്ഥികളോ? തിസ്അത്തു തുല്ലാബിൻ. 10 വിദ്യാർത്ഥികളോ? അശറത്തു തുല്ലാബിൻ. അശറത്തു തുല്ലാബിൻ. അപ്പോൾ 3 മുതൽ 10 വരെ മുലാഫ് മുലാഫിലി എന്ന രൂപത്തിൽ ആയിരിക്കും. 1ഉം 2ഉം എങ്ങനെയായിരുന്നു? നാഅത്ത് മന്നൂത്ത്. 1ഉം 2ഉം എങ്ങനെയായിരുന്നു? നാഅത്ത് മന്നൂത്ത്. 3 മുതൽ 10 വരെ മുലാഫ് മുലാഫിലി. ഇനി അടുത്ത എക്സസൈസ് ഇഖ്റ വക്തുബ്. അടുത്ത എക്സസൈസും വായിക്കുക എഴുതുകയും ചെയ്യുക. ഇന്ദി ഖംസത്തു കുതുബിൻ വസലാസത്തു അഖ്ലാമിൻ. എൻ്റെ അടുക്കൽ 5 പുസ്തകങ്ങളും 3 പേനകളും ഉണ്ട്. അപ്പോൾ ഇന്ത എന്താ? ലർഫ്. ഇന്ത ലർഫ് ഖബർ. ലർഫ് ഖബർ. യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. ഖംസത്തു മുബ്തദഉൻ മർഫൂൻ കുതുബിൻ വഹുവ മുലാഫ് കുതുബിൻ മുലാഫിലെ മജ്റൂർ. വ ഹർഫു അതഫ് സലാസത്തു അഖ്ലാമിൻ മൗതൂഫുൻ അലാ ഖംസത്തു കുതുബിൻ. അപ്പോൾ സലാസത്തു അഖ്ലാമിൻ, 3 പേനകൾ. മുലാഫ് മുലാഫിലെയാണ്. സലാസത്തു അലിഫ്ലാമില്ല, തൻവീനില്ല. അതിന് സ്ത്രീൻ്റെ അടയാളം വരണം. സലാസത്തു കാരണം അഖ്ലാമുൻ മുദക്കറാണ്. അഖ്ലാമു മുദക്കറാകുമ്പോൾ സലാസത്തു സ്ത്രീൻ്റെ അടയാളത്തോടെ വരണം നമ്പർ. പിന്നെ അഖ്ലാമിൻ ബഹുവചനായിരിക്കണം, മുലാഫിലെ മജ്റൂർ. ഖാലിദുൻ ലഹു സിത്തത്തു അബ്നാഇൻ. ഖാലിദ് അദ്ദേഹത്തിനുണ്ട്
6 കുട്ടികൾ. അപ്പോൾ ഖാലിദുൻ എന്താ മുബ്തദഉൻ മർഫൂൻ. പിന്നെ ലഹു സിത്തത്തു അബ്നായിൻ എന്താ ജുംലത്തുൻ ഇസ്മിയ. 4ാമത്തെ ടൈപ്പ് ഖബർ ആയിട്ട് വരികയാണ് ഈ ഖാലിദ് എന്ന മുബ്തദക്ക്. അപ്പോൾ ജുംലത്തുൽ ഇസ്മിയാണ് ഇവിടെ ഖബർ. ലഹു സിത്തത്തു അബ്നായിൻ, അദ്ദേഹത്തിന് 6 കുട്ടികളുണ്ട്. അപ്പോൾ ഇത് ജുംലത്തുൻ ഇസ്മിയ ആകുമ്പം ഇതിന് മുബ്തദയും ഖബറും ഉണ്ടാവും. അപ്പോൾ അതേതാ ലഹു ല ഹർഫുജർ, ഹു ഇസ്മ മജ്റൂർ, ജാർ വ മജ്റൂർ ഷിബു ജുംല ഖബർ, സിത്തത്തു മുബ്തദഉൻ വഹുവ മുദാഫ് അബ്നായിൻ മുദാഫിലെ മജ്റൂർ. അപ്പോൾ ഈ ലഹു സിത്തത്തു അബ്നായിനാണ് ജുംലത്തുൻ ഇസ്മിയത്തുനാണ് ഖാലിദിൻ്റെ ഖബർ. പിന്നെ ആ ജുംലത്തുൻ ഇസ്മിയക്ക് മുബ്തദയും ഖബറും ഉണ്ട്. അത് ലഹു ആണ് ഖബർ, സിത്തത്തു ആണ് മുബ്തദ, മർഫൂൻ വ അബ്നായിൻ മുദാഫിലെ മജ്റൂർ. അപ്പോൾ ഖാലിദ് അദ്ദേഹത്തിനുണ്ട് 6 കുട്ടികൾ. കം അഹൻ ലക്ക യാ ആമിന, ആമിനെ കം അഹൻ ലക്കി. അപ്പോൾ ആമിന സ്ത്രീ ആയതുകൊണ്ട് ലക്കി. ആമിനെ നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? ലീ അർബഅത്തു ഇഖ്വത്തിൻ, എനിക്ക് 4 സഹോദരന്മാരുണ്ട്. അപ്പോൾ ലാ ഹർഫുജർ, യാ മുത്തക്കല്ലിം ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ, ഖബർ മുഖദ്ദം. അർബഅത്തു മുബ്തദ മുഅഖിർ, മുബ്തദനെ പിന്തിച്ചു, ഖബറിനെ മുന്തിച്ചു, ഖബർ ആദ്യം വന്നു. അപ്പോൾ അർബഅത്തു മുബ്തദഉൻ മർഫൂൻ വഹുവ മുദാഫ് ഇഖ്വത്തിൻ മുദാഫിലെ മജ്റൂർ. അഹുൻ്റെ ബഹുവചനം ഇഖ്വത്തുൻ. മറ്റൊരു ബഹുവചനം കൂടിയുണ്ട് അഹുന്, അതേതാ ഇഖ്വാനുൻ. അപ്പോൾ അഹുന് 2 ബഹുവചനമുണ്ട്. ഒന്നുകിൽ ഇഖ്വത്തെന്ന് പറയാം, അല്ലെങ്കിൽ ഇഖ്വാനെന്ന് പറയാം. ഫിൽ ഉസ്ബൂഇ സബഅത്തു അയ്യാമിൻ, ആഴ്ചക്ക് 7 ദിവസങ്ങളുണ്ട്. ആഴ്ചക്ക് 7 ദിവസങ്ങളുണ്ട്. അപ്പോൾ ഫി ഹർഫുജർ, അൽ ഉസ്ബൂഇ ഇസ്മ മജ്റൂർ, ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ മുഖദ്ദം, ഖബറിനെ മുന്തിച്ചു, ഖബർ ആദ്യം വന്നു. സബഅത്തു മുബ്തദഉൻ മുഅഖിറുൻ, മുബ്തദയെ പിന്തിച്ചു, വഹുവ മുദാഫ് അയ്യാമിൻ മുദാഫിലെ മജ്റൂർ. യോമുൻ്റെ ദിവസത്തിൻ്റെ ബഹുവചനാണ് അയ്യാമുൻ, ദിവസങ്ങൾ. അപ്പം അത് മുദക്കറാണ്. അപ്പോൾ എണ്ണം എന്തായിരിക്കണം? സബഅത്തു. എണ്ണം എന്തായിരിക്കണം? സബഅത്തു, സ്ത്രീലിംഗമായിരിക്കണം. കം റിയാലൻ ഇന്ദക ലാന യാ അമ്മാറു, അമ്മാറെ ഇപ്പോൾ നിൻ്റെ അടുത്ത് എത്ര റിയാലുകളുണ്ട്? ഉത്തരം എന്താ പറഞ്ഞത്? ഇന്ദി അലാന സമാനിയത്തു റിയാലാത്തിൻ, എൻ്റെ പക്കൽ ഇപ്പോൾ 8 റിയാലുകളുണ്ട്. അപ്പോൾ ഇന്ദ ലർഫ് ഖബർ, യാ മുത്തക്കല്ലിം മുദാഫിലെ മജ്റൂർ. അപ്പോൾ ഖബറിനെ മുന്തിച്ചു, ഖബർ മുഖദ്ദിം. അലാന ലർഫാണ്, പക്ഷേ ഇത് ഖബറല്ല. ഖബർ ഇന്ദ ഓൾറെഡി ആദ്യം ആയിക്കഴിഞ്ഞു, ഇന്ദ ഖബറായി. ഇനി അല്ലാന ലർഫ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. തമാനിയത്തു മുബ്തദഉൻ മർഫൂൻ വഹുവ മുദാഫ് റിയാലാത്തിൻ മുദാഫിലെ മജ്റൂർ. റിയാലിൻ്റെ ബഹുവചനാണ് റിയാലാത്തുൻ. ഇവിടെ റിയാലാത്തിൻ, കാരണം മുദാഫിലെ മജ്റൂർ ആയിരിക്കണം. എണ്ണപ്പെടുന്നത് ഏതിനെയാണോ നമ്മൾ എണ്ണുന്നത് എന്തായിരിക്കണം? ബഹുവചനമായിരിക്കണം, മുദാഫിലെ മജ്റൂറും ആയിരിക്കണം. ഫി ഹാദൽ ഹയ്യി തിസ്അത്തു ബുയൂത്തിൻ ജദീദത്തിൻ, ഈ ചുറ്റുപാടിൽ, ഹൈ എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുപാടിൽ 9 പുതിയ വീടുകളുണ്ട്. 9 പുതിയ വീടുകളുണ്ട്. വഫി ഹർഫുജർ, ഹാദ ഇസ്മ മജ്റൂർ, ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ, ഖബറിനെ മുന്തിച്ചു, ഖബർ മുഖദ്ദിം. പിന്നെന്താ? ഹൈ എന്താ? ഹാദക്ക് ശേഷം അലിഫ്ലാമുള്ള ഇസ്മ വന്നു. അപ്പോൾ ഹൈ ബദലാണ്. ബദലിൻ്റെ അടയാളം എന്തായിരിക്കണം? ഹാദൻ്റെ അടയാളം ഇരിക്കണം. ഹാദൻ്റെ അടയാളം എന്താ ഇവിടെ? കസറാണ്. കാരണം എന്താ?
അതിന് മുന്നേ ഫീ വന്നു. അപ്പോൾ ഫീ ഹാദൽ ഹയ്യി, ഹാദക്ക് കസറായതുകൊണ്ട് ഇസ്മ മജ്റൂറാണ്. ഹയ്യ് ബദലും എന്താവും? കസറായിരിക്കും. തിസ്അത്തു മുബ്തദഉൻ മർഫൂൻ ബുയൂത്തിൻ മുലാഫിലെ മജ്റൂർ, അതാണ് എണ്ണപ്പെട്ടത്. അപ്പോൾ അത് മുലാഫിലെ മജ്റൂർ. പിന്നെ അതിൻ്റെ വിശേഷണമാണ് ജദീദത്തുൻ. അപ്പോൾ ഇവിടെ ബുയൂത്തിൻ ആയതുകൊണ്ട് ജദീദത്തിൻ, കാരണം നാത്ത് മന്നൂത്തിനെ പിൻപറ്റണം. അപ്പോൾ അങ്ങനെ വായിക്കുക, ഫി ഹാദൽ ഹയ്യി തിസ്അത്തു ബുയൂത്തിൻ ജദീദത്തിൻ. എന്തുകൊണ്ടാണ് ജുദുദെന്ന് പറയാൻ? എന്താ ജദീദത്തുൻ ഏകവചനം വന്നേ? കാരണം ബുയൂത്തിൻ ബഹുവചനമാകുമ്പം മറ്റേ വിശേഷണം ബഹുവചനമാകണ്ടേ. പക്ഷേ ഇവിടെ ബുയൂത്തുൻ ബുദ്ധിയില്ലാത്ത വസ്തുവാണ്. ബുദ്ധിയില്ലാത്ത വസ്തു വരുമ്പം അതിനെക്കുറിച്ച് പറയുന്നതൊക്കെ ഏകവചനമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചതാണ്. കുല്ലു ജമ്മിൻ മുഅന്നസ്, എല്ലാ ബഹുവചനവും സ്ത്രീലിംഗമായിരിക്കും, ഏകവചനമായിരിക്കും. അപ്പോൾ ബുയൂത്തിൻ ജുദൂദിൻ എന്നല്ല പറയണ്ടേ, ബുയൂത്തിൻ ജദീദത്തിൻ എന്നാണ് പറയണ്ടേ. ഏകവചനവും സ്ത്രീലിംഗവും പറയണ്ടേ ബുദ്ധിയില്ലാത്ത വസ്തുവിനെ വിശേഷിപ്പിക്കുമ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയുമ്പോഴും. ലിഹാദിഹി സയ്യാറത്തി അർബഅത്തു അബ്വാബിൻ, ഈ കാറിനുണ്ട് 4 വാതിലുകൾ. വലി ഹർഫുജർ, ഹാദിഹി ഇസ്മ മജ്റൂർ, ജാറുമ മജ്റൂർ, ഷിബു ജുംല, ഖബർ മുഖദ്ദിം, ഖബറിനെ മുന്തിച്ചു. അതിനുശേഷം അലിഫ്ലാമുള്ള ഇസ്മ വന്നു, അസ്സയ്യാറത്തു. അപ്പോൾ അതെന്തായി? ഹാദിഹി കസറായതുകൊണ്ട്. എന്തുകൊണ്ട് ഹാദിഹി കസറായി? അതിന് മുന്നേ ലാമ് വന്നുകൊണ്ട്. വലി ഹാദിഹി അസ്സയ്യാറത്തി, സയ്യാറത്ത് ബദലായതുകൊണ്ട് ഹാദിഹിക്ക് എന്താണോ അടയാളം? കസറാണ്. അപ്പോൾ ലി ഹാദിഹി സയ്യാറത്തി, സയ്യാറത്തിയും കസറാവും. അർബഅത്തു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് അബ്വാബിൻ മുലാഫിലെ മജ്റൂർ. എണ്ണപ്പെട്ടത് ബഹുവചനാണ്, ബാബുൻ മുദക്കറാണ്. അപ്പോൾ അർബഅത്തു എണ്ണം സ്ത്രീലിംഗമായിരിക്കണം. അർബഅത്തു അത്താൻ്റെ അടയാളം വരണം. കം സമനു ഹാദൽ കിതാബി, ഈ പുസ്തകത്തിന് എത്രയാണ് വില? സമൻ എന്ന് പറഞ്ഞാൽ വില, സമൻ എന്ന് പറഞ്ഞാൽ വില. കം സമനു ഹാദൽ കിതാബി, ഈ പുസ്തകത്തിന് എത്രയാണ് വില? സമനുഹു സബഅത്തു റിയാലാത്തിൻ വനിസ്ഫിൻ, അതിൻ്റെ വില 7 റിയാലും അതിൻ്റെ പകുതിയുമാണ്. അപ്പോൾ 7.5 റിയാൽ. വനിസ്ഫിൻ എന്ന് പറഞ്ഞാൽ പകുതി, നിസ്ഫിൻ എന്ന് പറഞ്ഞാൽ പകുതി. അപ്പോൾ സബഅത്തു റിയാലാത്തിൻ വനിസ്ഫിൻ എന്ന് പറഞ്ഞാൽ 7.5 റിയാൽ. അപ്പോൾ സമനു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, ഹു മുലാഫിലെ മജ്റൂർ. കാരണം നമുക്കറിയാം ദമീർ മുത്തസിൽ ഹു ഇസ്മിൻ്റെ കൂടെ സമൻ്റെ കൂടെ ചേർന്നാൽ അത് മുലാഫിലെയാണ്. അപ്പോൾ ഇത് മുബ്തദ. പിന്നെ ഇവിടെ സബഅത്തു എണ്ണാണ് ഖബറായത്. ഓക്കെ, മുകളിലൊക്കെ ഖബറിനെ മുന്തിച്ചിട്ടുള്ള ഉദാഹരണം വന്നു. അങ്ങനെ എണ്ണം എന്തായി? മുബ്തദ പിന്തിച്ചതായി. ഇവിടെ എണ്ണം എന്താണ്? ഖബറാണ്. കാരണം സമനുവാണ് മുബ്തദ. പിന്നെ സബഅത്തു ഖബറു മർഫൂൻ വഹുവ മുലാഫ് റിയാലാത്തിൻ മുലാഫിലെ മജ്റൂർ വനിസ്ഫുൻ. ഓക്കെ, ഫി ഹാദൽ ഫസ്ലി അശറത്തു തുല്ലാബിൻ ഖുദാമ വ അർബഅത്തു തുല്ലാബിൻ ജുദുദുൻ, ഈ ക്ലാസ് റൂമിൽ 10 വിദ്യാർത്ഥികൾ പഴയതും 4 വിദ്യാർത്ഥികൾ പുതിയതുമാണ്. ഫി ഹർഫുജർ, ഹാദ ഇസ്മു മജ്റൂർ, കാരണം ഫി വന്നുകൊണ്ട് ഹാദ ഇസ്മു മജ്റൂർ, കസറാണ് അടയാളം. അപ്പോൾ അൽ ഫസ്ലി ബദലെന്താവും? കസറാകും. അപ്പോൾ ഫി ഹാദൽ ഫസ്ലി അശറത്തു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് തുല്ലാബിൻ മുലാഫിലെ മജ്റൂർ ഖുദാമ, അതിൻ്റെ വിശേഷണം നാത്ത്. ഖുദാമ, അമീമിന് ശേഷം പുള്ളിയില്ലാത്ത യാ വന്നാൽ അത് അലിഫാണ്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് പഠിക്കും. വ അർഫഅത്തഫ് അർബഅത്തു തുല്ലാബിൻ, 4 വിദ്യാർത്ഥികൾ. ജുദുദുൻ ജുദുദിൻ പുതിയതാണ്.
ഇവിടെ കണ്ടോ ബഹുവചനം ജുദുദുൻ തന്നെ വന്നു. കാരണം തുല്ലാബുൻ എന്താണ്, ബുദ്ധിയുള്ളവരാണ്, വിദ്യാർത്ഥികൾക്ക് ബുദ്ധിയുണ്ട്, അവർ ബുദ്ധിയുള്ള ആളുകളാണ്. അപ്പോൾ ബഹുവചനം എന്താവും, അത് ബഹുവചനം തന്നെ ആവും, ജുദുദുൻ. അതേസമയത്ത് അതിൻ്റെ മേലത്തെ ഉദാഹരണത്തിൽ ബുയൂത്തുൻ വന്നപ്പം ജദീദത്തുൻ എന്നാണ് നമ്മൾ പഠിച്ചത്. കാരണം ബുയൂത്തുൻ ബുദ്ധി ഇല്ലാത്തതായതുകൊണ്ട് കുല്ലു ജമ്മിൻ മുഅന്നസ്, എല്ലാ ബഹുവചനം മുഅന്നസാണ്. അപ്പോൾ ജദീദത്തുൻ മുഅന്നസാവും, പിന്നെ ഏകവചനമായിരിക്കും. പക്ഷെ ഇവിടെ തുല്ലാബുൻ ബഹുവചനം ആണ്, പക്ഷെ ബുദ്ധി ഉള്ളതാണ്, അതുകൊണ്ട് ജുദുദെന്ന് വന്നു. ബാറക്കല്ലാഹു ഫീക്കും. കം കമീസൻ ഇന്ദക യാ ഇബ്രാഹിം, ഇബ്രാഹിമെ നിൻ്റെ അടുക്കൽ എത്ര ഷർട്ടുകളുണ്ട്? ഇന്ദി സമാനിയത്തു കുംസാന, എൻ്റെ അടുക്കൽ 8 ഷർട്ടുകളുണ്ട്. അപ്പോൾ ഇന്ദല്ലാർ ഖബർ, യാ മുതക്കല്ലിം മുലാഫിലെ മജ്റൂർ, സമാനിയത്തു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, കുംസാന അത് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. മുലാഫിലെ മജ്റൂർ. ഇന്ദി റിയാലാനി വ ഹംസത്തു ഖുറൂഷൻ, എൻ്റെ അടുക്ക് 2 റിയാലുകളുണ്ട്. വ ഹംസത്തു ഖുറൂഷൻ, 5 ഖുറൂഷുകളുണ്ട്. ഖുറൂഷ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ പൗണ്ടാണ്. ഓക്കെ, പൗണ്ടിൻ്റെ ഒരു 100-ലുള്ള ഒരു നാണയമാണ് ഖുറൂഷ്. 100-1 നാണയം, അതാണ് ഖുറൂഷ്. അപ്പോൾ ഇന്ദ ലർ ഖബർ, യാ മുതക്കല്ലിം മുലാഫിലെ മജ്റൂർ, റിയാലാനി മുബ്തദഉൻ മർഫൂൻ. അപ്പോൾ റിയാലാനിയിൽ മർഫൂൻ്റെ അടയാളം എന്താ, അലിഫ്. മുസന്ന വരുമ്പം അതിൻ്റെ മർഫൂൻ്റെ അടയാളം എന്താ, അലിഫ്, ലമ്മത്തല്ല, അലിഫ്. റിയാലാനി, കിതാബാനി, കലമാനി, ഇവിടെയൊക്കെ അലിഫ്, ആനി എന്ന് പറഞ്ഞിടത്ത് വരുന്ന അലിഫാണ് മർഫൂവിൻ്റെ അടയാളം. ഓക്കെ, റഫ് ചെയ്യുന്നത് അലിഫാണ്. അപ്പോൾ ഒന്ന് ലമ്മത്താണ്, ഒന്ന് അലിഫാണ്. അപ്പോൾ നമ്മൾ അത് പഠിച്ചു. ബാറക്കല്ലാഹു ഫീക്കും. അതിൻ്റെ അടുത്ത് 2 റിയാലുകളുണ്ട്. വാ ഹർഫു അത്തഫ്, ഹംസത്തു ഖുറൂഷിൻ, മുലാഫിലെ. ഫി ഹാദിഹിൽ ഹാഫിലത്തി അഷ്റത്തു റുക്കാബിൻ, അപ്പോൾ ഈ വണ്ടിയിൽ എന്താണ് 10 യാത്രക്കാരുണ്ട്. അപ്പോൾ ഫി ഹർഫുജർ, ഹാദിഹി ഇസ്മ മജ്റൂർ, അൽ ഹാഫിലത്തി എന്താണ്, ബദലാണ്. കാരണം ഹാദിക്ക് ശേഷം അലിഫ്ലാമുള്ള ഇസ്മ വന്നു, അപ്പോൾ അതെന്താണ്, ബദലാണ്. അപ്പോൾ ഹാദിക്ക് എന്താ അടയാളം, കസർ. കാരണം എന്താ, അതിന് മുന്നേ ഫീ വന്നു. അപ്പോൾ ഹാദിക്ക് കസറായതുകൊണ്ട് ഹാഫിലത്തി എന്താണ്, കസറായി. അഷറത്തു എന്താവും, മുബ്തദഉൻ മർഫൂൻ, റുക്കാബിൻ മുലാഫിലെ മജ്റൂർ. അഷറത്തു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, റുക്കാബിൻ മുലാഫിലെ മജ്റൂർ. റുക്കാബ് എന്ന് പറഞ്ഞാൽ യാത്രക്കാർ. ബാറക്കല്ലാഹു ഫീക്കും.